അഡ്വക്കേറ്റ് കെ സെൻകുമാർ, പ്രചാരണത്തിലുടനീളം UDF-നെതിരെ CPIM പറഞ്ഞിരുന്ന വാദങ്ങൾ തന്നെയാണ് പരാജയശേഷവും പറയുന്നത്. അവിടെ വർഗീയ വോട്ടുകൾ ആണ് UDF-നെ വിജയിപ്പിച്ചത് എന്ന്. ഈ സ്ഥിരം പ്രതികരണത്തിൽ നിന്നും എന്തുകൊണ്ടാണ് മാറാത്തത്? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന പഞ്ചായത്ത്, നിങ്ങളുടെ പഞ്ചായത്തുകൾ, നിങ്ങളുടേതായിരുന്ന നിലമ്പൂർ നഗരസഭ, ഇവിടെയൊക്കെ തന്നെയും വലിയ ലീഡിലേക്ക് UDF എത്തുമ്പോൾ ആകെ രക്ഷിച്ചിരിക്കുന്നത് കരുളായി മാത്രമാണ്. അത് വെറും 118 വോട്ടിനാണ് അവിടെ സ്വരാജിന് ലീഡുണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലടക്കം പ്രതിഫലിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വർഗീയ വോട്ടിന്റെ വിജയമായിട്ടാണോ കാണുന്നത്? അങ്ങനെ പറയുമ്പോൾ അത് നിലമ്പൂർ ജനതയെ അപമാനിക്കലല്ലേ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം 11,000 വോട്ടിന് വിജയിച്ചു. ആ വിജയിയെ ഈ അവസരത്തിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയവും അതുപോലെ തന്നെ വികസന രാഷ്ട്രീയവുമാണ് LDF മുന്നോട്ട് വെച്ചത്. അത് വളരെ ഗൗരവമായിട്ട് വോട്ടർമാരുടെ മുന്നിൽ വിശദീകരിക്കാനും അതുപോലെ ക്യാമ്പയിനാക്കി മാറ്റാനും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാക്കി മാറ്റാനും ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അത് വലിയ തരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഏതെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. ഓരോ ബൂത്തിലെയും വോട്ടിന്റെ ഘടനയെ തലനാരിഴെ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ വോട്ടിന്റെ കണക്കൊക്കെ വന്നു, അതിന്റെ പാർട്ടി ഘടകങ്ങളും ബന്ധപ്പെട്ട ഘടകങ്ങളും എല്ലാം ആയിരിക്കും സൂക്ഷ്മമായിട്ട് അതിൽ പരിശോധിക്കുക. ഇവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കി എന്ന രൂപത്തിലാണ് രാവിലെ മുതൽ UDF-ന്റെ നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇവിടെ 34 വർഷം തുടർച്ചയായിട്ട് UDF ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ടൈം 9 വർഷം LDF സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രനെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു 10-15,000-ഓളം വോട്ട് കൂടുതലായി, ഞങ്ങളുടെ സ്ഥിരം വോട്ടിനേക്കാൾ കൂടുതൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് 2016-ൽ സ്വതന്ത്രനെ അണിനിരത്തി ഞങ്ങൾ നേടിയ വോട്ടിനേക്കാൾ 11,198 വോട്ട് കുറഞ്ഞു. 2021-ൽ ഞങ്ങൾ സ്വതന്ത്രനെ അണിനിരത്തി മണ്ഡലം നിലനിർത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 14,567 വോട്ടാണ് കുറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 66,660 1991, 96, 2001 തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്കൊരു 52,000, 55,000 ആ താരിപ്പിലായിരുന്നു LDF-ന്റെ വോട്ട്. 2006-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും LDF വിജയിച്ച് വലിയ ഒരു തരംഗമുണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അത് 69,452 വോട്ടാണ്. ആ വോട്ടിലേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് 2,792 വോട്ട് കുറവുണ്ട് 2006-മായി താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷേ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അത് LDF എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞു. സ്വതന്ത്രം വിട്ടുപോയി. സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിച്ചു. അദ്ദേഹം ഏകദേശം 20,000-ന്റെ അടുത്ത് വോട്ട് പിടിക്കുമ്പോഴും അത് ഭീമമായിട്ടുള്ള ഒരു കുറവ് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മറ്റൊന്ന്, 2021-ൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ 3,000 വോട്ട് കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തു. UDF-ന്റെ പ്രതിനിധി ഉൾപ്പെടെ, UDF-ന്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാ ചർച്ചകളിലും അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഞങ്ങൾക്ക് ഉറപ്പുള്ള 7,000 വോട്ട് ഞങ്ങൾ പുതുതായി ചേർത്തു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ 7,000 + 3,000 ഏകദേശം ഒരു 10,000 വോട്ടിന്റെ വർധനവ് ഈ ഇതിൽ വരേണ്ടതാണ്, കൃത്യമായിട്ടുള്ള വർധനവ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം 790 വോട്ട് കുറയുകയാണ് UDF-ന് ചെയ്തത്. VV പ്രകാശൻ കിട്ടിയ വോട്ടിനേക്കാൾ 3,000 വോട്ട് പോളിംഗ് കൂടി 7,000 വോട്ട് UDF എന്ന രൂപത്തിൽ തന്നെ ചേർത്തു. എന്നിട്ടും 790 വോട്ട് കുറയുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 2019-ൽ അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ, UDF-ന് കിട്ടിയ വോട്ടിനേക്കാൾ 26,125 വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത്. 2024-ൽ രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടിനേക്കാൾ 21,588 വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിനേക്കാൾ 17,306 വോട്ട് കുറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ LDF-ന് വെറും 29,911 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടാണ് ഞങ്ങൾ 66,660 ആയിരിക്കുന്നത്. വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഞങ്ങളുടെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? കാരണം 60,000-ന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ 2006-ൽ 19 വർഷം മുമ്പ് പാർട്ടി ചിഹ്നത്തിൽ ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 69,500 ആണ്. ഇപ്പോൾ അത് എത്രയായിരിക്കുന്നു സ്വരാജിലേക്ക് എത്തുമ്പോൾ?
അതിനിടയ്ക്ക് PV അൻവർ വന്നപ്പോൾ 16-ൽ 77,800 വോട്ട് കിട്ടി. അതിനുശേഷം കഴിഞ്ഞ തവണ PV അൻവറിന് 81,200 കിട്ടി. അപ്പോൾ അൻവറിൻ്റെതായ സംഭാവന പ്ലസ് നിങ്ങൾക്ക് അടിസ്ഥാനമായി അവിടെയുള്ള കേഡർ വോട്ട് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ കേഡർ വോട്ട് എത്രയാണ്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കുറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ളൊരു കണക്ക്? അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 91, 96, 2001 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ താരിപ്പ് ഒരു 54,000 ആണ്. 54,000 3 തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ ഒരു താരിപ്പ്. 2001 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 18 ലോക്സഭാ മണ്ഡലവും ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഞങ്ങൾക്ക് 69,452 വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് അരിവാൾ ചുറ്റിയിൽ തന്നെ ശ്രീരാമകൃഷ്ണന് കിട്ടിയ വോട്ടാണ്. ആ വോട്ടിൽ നിന്ന് 2,792 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാണ്. ആ കുറവിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കുക. അപ്പൊ നമ്മുടെ താരിപ്പ് വോട്ട് എപ്പോഴും 60,000-ൽ താഴെയാണ്. LDFന്റെ വോട്ട് ഒരു തവണ മാത്രമാണ് അതിനെ കവർ ചെയ്തിട്ടുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പോരാടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വതന്ത്രന്റേതായിട്ടുള്ള സ്വാധീനത്തിലുള്ള കുറെ വോട്ടുകൾ വരും. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രീ PV അൻവർ പിടിക്കുന്ന വോട്ടിന്റെ 80% LDFന്റെ ആയിരിക്കും, 20% UDFന്റെ ആയിരിക്കും എന്നതാണ്. അപ്പോൾ 20,000 വോട്ടോളമാണ് ശ്രീ PV അൻവർ പിടിച്ചത്. അദ്ദേഹത്തിന്റെ കണക്ക് കടമെടുത്താൽ ഏകദേശം 16,000 വോട്ട് LDFന്റെ വോട്ട് അദ്ദേഹം പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കണക്കൊക്കെ കൃത്യമാണ്. ഞങ്ങളുടെ 66,000 ആ 16,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 15,000 കൂട്ടിയാലും അൻവറിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ കിട്ടിയ ഞങ്ങളുടെ വോട്ടിനേക്കാൾ കൂടുതൽ വരും. പക്ഷെ UDFന് കിട്ടിയ 20% വോട്ട് അവരുടെ കണക്കിൽ കാണുന്നില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ 790 വോട്ട് കുറവാണ്. 3,000 വോട്ട് കൂടി 7,000 വോട്ട് അവർ സ്വതന്ത്രമായി ചേർന്നു. എണ്ണം കൂടിയല്ലോ. അപ്പോൾ അതിൽ എത്ര, ഒരു മിനിറ്റ് വരാം, അതിൽ എത്ര കിട്ടിയിട്ടുണ്ട് CPMന്? പുതിയ വോട്ടർമാരിൽ എത്ര വോട്ട് നിങ്ങൾക്ക് കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, പുതുതായിട്ട് 3,000 വോട്ടർമാരാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടി പോൾ ചെയ്തത്. കാരണം പോളിംഗ് ശതമാനം, പോൾ ചെയ്ത വോട്ട് കഴിഞ്ഞ തവണത്തെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ ഏകദേശം 3,000 വോട്ടാണ് കൂടിയത്. അപ്പോൾ അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ വോട്ടർമാരിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള വോട്ടുണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശോധിക്കും. കാരണം നിലവിലെ കണക്കുകൾ പ്രഥമ ദൃഷ്ടിയ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ഇരട്ടിയിലധികമാണ്. കാരണം 29,911 ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 9-10 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ നിന്ന് 9 അല്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കും 9 മാസം ആയില്ലല്ലോ, ഉപതെരഞ്ഞെടുപ്പായിരുന്നു, 5-8 മാസേ ആയുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾക്ക് 36,749 വോട്ടാണ് വർദ്ധിച്ചത്. കാരണം അന്ന് വെറും 29,911 എന്നുള്ളതാണ് ഇപ്പോ 66,660 മാറിയത്. അപ്പൊ അതുകൊണ്ട് ഓരോന്നും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ തലനാരിഴെ പരിശോധിക്കും. ഏത് കുറവാണ് വന്നത് എന്ന് പരിശോധിക്കും, പോരായ്മ എവിടെയാണ് എന്ന് പരിശോധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വോട്ടിനെ കുറിച്ച് അടുത്ത ആളിലേക്ക് പോകാം. അല്ല സ്മൃതി, സത്യത്തില് സ്മൃതി അരുൺകുമാറിന്റെ സംസാരം കേൾക്കും. ഒരു മിനിറ്റ്, അരുൺ പൂർത്തിയാക്കൂ. ഇല്ല, ഞാൻ വസ്തുതകൾ വച്ചിട്ടാണ് സംസാരിച്ചത്. ഈ വസ്തുതകൾക്കിടയിലും ഞങ്ങളുടെ തോൽവി അംഗീകരിച്ചുകൊണ്ടും ആ തോൽവി പരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും വാദത്തിന്റെ രേഖകൾ വെച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സഖാവ് സ്വരാജ് പറഞ്ഞതുപോലെ ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ആ ശരിയായ നിലപാടിന് എപ്പോഴും അംഗീകാരം കിട്ടണമെന്നില്ല. പക്ഷെ അംഗീകാരം കിട്ടിയില്ല എന്ന് വെച്ച് ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഗവൺമെന്റിന്റെ വികസന രാഷ്ട്രീയവും അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടും ഒരൊറ്റ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കും. അങ്ങനെയാണോ? അതിലിപ്പോ SDPI അവിടെ മത്സരിച്ചു. SDPI മത്സരിക്കുമ്പോഴും കഴിഞ്ഞ വർഷം കിട്ടിയ SDPIയുടെ വോട്ടിന്റെ 1,200 വോട്ട് കാണാനില്ല. കാരണം SDPI വളർന്നു എന്നും കൂടുതൽ സ്വാധീനമുണ്ട് എന്നതാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എനിക്ക് കിട്ടും. ഇപ്പൊ മലയോര മേഖലയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ എല്ലാം ഒത്താശയുണ്ട്, വലിയ തരത്തിൽ വോട്ട് ആർജിക്കുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാലം 53 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ ഉദ്ദേശിച്ച വലിയ വോട്ട് കിട്ടിയില്ലെന്നും എനിക്കുള്ള വോട്ട് പലതും സ്വരാജിന് പോയി എന്നും അദ്ദേഹം ഇന്നലെ കോൺഗ്രസിന് പോയി എന്നും ഇന്നലെ പ്രതികരണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകുന്നത്
പിണറായി വിജയനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന വോട്ടാണത്. എനിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ എൻ്റെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഈ തരത്തിൽ പ്രചാരണത്തിന് വന്നിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ ആളുകൾ. അപ്പോൾ ആ വോട്ട് പോയിട്ടുണ്ട്. ആ വോട്ട് എനിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്ന് അദ്ദേഹം അത് ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ള പരിചയക്കുറവ് മൂലം വന്നിരിക്കുന്ന ഒരു വാചകമാണ്. അതൊരു ആയുധമാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. Debate with Smriti Parithikar.